ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കുഞ്ഞു ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി ഇതിൽ വീഡിയോസ് ഒന്നും ഇടാത്തത്. കാക്കക്കറമ്പിൽ ഇടലില്ല. കുറച്ചൊക്കെ പേര് നമ്മളെ കാക്കക്കറമ്പിലെ വീഡിയോസൊക്കെ കാണലുണ്ടാവും. പിന്നെ ഓമനേച്ചി ഞാനൊക്കെ കൂടെയാണ് വീഡിയോ ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത് ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഇന്നലെ എത്തിയതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ചക്ക കിട്ടി. അപ്പോൾ നമ്മളെ ഓമനേച്ചി വരുമ്പോൾ കുറച്ച് ചക്ക കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളിങ്ങനെ മുറിച്ചിടലാണ്. അതിൻ്റെ ഇടയ്ക്ക് വെച്ചൊരു കുഞ്ഞു വീഡിയോ കൂടി എടുത്താലോ എന്ന്. അപ്പോൾ പോകാം വീഡിയോയിലേക്ക്. അപ്പോൾ ഇതാ നമ്മളെ ഓമനേച്ചി ഇതാ കണ്ടില്ലേ, ചക്ക നമ്മൾ ഇത്ര മുറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഇതാ കുരു ഉണ്ട് കേട്ടോ. അപ്പം ഞാനിടുന്നതാ മുറിച്ചിട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടക്കാണ് കേട്ടോ ഞാനിത് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മളെ ഓമനേച്ചി എന്തെല്ലാം ഉണ്ട്? സുഖം. കുറേ ആയില്ലേ നമ്മൾ ഇപ്പം വീഡിയോസ് എല്ലാം ഇടാത്ത. വീഡിയോ ഇടലില്ല, അതുകൊണ്ട് ഇന്ന് കുറച്ച് ചക്ക ഞാൻ കൊണ്ട് കൊടുത്തു സൂര്യക്ക്. അത് നമ്മള് രണ്ടാളും കൂടി മുറിച്ചിടലാന്ന്. അതെ. അപ്പൊ നിങ്ങൾക്കൊക്കെ ചക്ക കിട്ടാറുണ്ടോ? ചക്ക എങ്ങനെയാ വെക്കാറ്? അതെ, നമ്മള് ഇത് രണ്ട് ടൈപ്പിൽ വെക്കുമല്ലോ ഓമനേച്ചി. നമ്മള് പിന്നെ മഞ്ഞളും മുളകും എല്ലാം ഇട്ട് എന്നിട്ട് ഉഴുന്ന് പരിപ്പും എല്ലാം വറുത്തിട്ട് അങ്ങനെ ഉപ്പലിട്ട് അങ്ങനെയും വെക്കും. നല്ല ഇതായിട്ട് വെക്കും. പിന്നെ തേങ്ങയും ജീരകവും വെളുത്തുള്ളി പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം കൂടി ഒതുക്കിയിട്ട് അങ്ങനെയും വെക്കും. അപ്പൊ രണ്ട് ടൈപ്പിൽ നമ്മള് ചക്ക വെക്കാറുണ്ട്. അനക്ക് പിന്നെ എങ്ങനെ ചക്ക വെച്ചാലും ഇഷ്ടമാണ് കേട്ടാ. കാരണം എന്താ വെച്ചാൽ ഞാൻ ഭയങ്കരമായിട്ട് ഓമനേച്ചി ചക്കേന്റെ ആളാണ്. ചില അവരെങ്ങനെയാണെന്ന് വിചാരിച്ചാല് ചക്ക ചുള മാത്രം വെക്കും, കുരു കൂട്ടൂല. ഇല്ല കുരു, പക്ഷെ കുരു ഇച്ചിരി കൂട്ടിയാലേ ടേസ്റ്റ് ഉണ്ടാവും. അതെ അല്ലേ? അതുകൊണ്ട് ചക്ക വെക്കുമ്പോ കുരു ഈ മേലത്തെ ചുണങ്ങ് മാത്രമേ കളയാതും. അടിയിലത്തെ ചുണങ്ങ് നമുക്ക് അത്യാവശ്യം വേണ്ടുന്നത്, ആരോഗ്യത്തിന് നല്ലതാണെന്ന് പറയുന്നത് കേൾക്കുന്നത്. അതെ, അതുകൊണ്ട് ചൂളി കളഞ്ഞ് അതിന്റെ തൂളി മാത്രല്ലേ ഇതാ നിങ്ങൾക്ക് തിരിയില്ല. അതായത് ഇതിന്റെ മുകളിൽ ഈ തൂളിയാണ് ഓറ് പറയുന്നത്. ഈ തൂളി കളഞ്ഞിട്ട് അതിന്റെ അടിയിലത്തെ ഓറ് മുറിച്ചിട്ട് നമുക്ക് എടുക്കാം. എന്താണ്ട ഈ സാധനം അടവാണ് പറയുന്നത്. അങ്ങനെയാണ് മുറിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇപ്പൊ പിന്നെ പണ്ടെല്ലാം നമ്മള് അടുപ്പത്താണ് വെക്കുക. ഇപ്പൊ കുക്കറിൽ വെച്ചിട്ട് വേഗം ഗ്യാസുമ്മേൽ വെച്ച് 5 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ചക്ക റെഡി. എത്ര വിസിലടിയണോ അവനേച്ചി? 2-3 വിസിലടിയേ വേണ്ടു. അതെല്ലേ? ഒന്നിക്കല് 3 വിസില്. നല്ല കട്ടിയുള്ള കട്ടിയുള്ള ചക്കക്ക് 3 വിസിലടിയാണ്. അല്ലാതെ ചക്കക്ക് 2 വിസിൽ. ഇച്ചിരി വെള്ളം ഒഴിക്കണം, ഒരുപാട് വെള്ളാകരുത്. ലൂസാക്കി വെക്കുന്നതാണെങ്കിലേ കുറച്ച് വെള്ളാക്കിട്ട് വേണ്ട. അല്ലാണ്ട് നമുക്ക് ചക്ക ചായക്ക് അങ്ങനെ കൂട്ടാ, ചക്കയും കഞ്ഞിയും ആക്കാം. മടത്തിലെല്ലാം കാണുന്നില്ലേ അമ്മനേച്ചി? പിന്നെ ചോറിന്റെ കൂടെ ഉപ്പേരി പോലെ അങ്ങനെ നല്ല പണം ഉണ്ടാവും. അധികം അടിക്കാണ്ട് ചെറുങ്ങനെ മുറിച്ചിട്ടിട്ട് വെളുത്തുള്ളിയും അല്ല അതില് വെളുത്തുള്ളി കൂട്ടണ്ട, തേങ്ങയും എല്ലാം കൂടി ചിരകി ഇട്ടിട്ട് ഉഴുന്ന് പരിപ്പും പിന്നെ കരിവേപ്പിലയും കൂടി വറവിട്ടിട്ട് ചിള്ളി വറുത്തിട്ട് നല്ല രുചി ഉണ്ടാവും. ചിള്ളി വറുത്ത് നമ്മള് ഒരു ഉപ്പേരി. ചക്ക വെക്കുമ്പോ നല്ല വെളുത്തുള്ളി വറുത്തിട്ട് വെളുത്തുള്ളി നല്ല രുചി ഉണ്ടാവും. വെളുത്തുള്ളി വറുത്തിട്ടാല് അപ്പൊ സാധാരണ കടുക്, ഉണക്കമുളക്, വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മള് ചക്ക മുറിച്ചിട്ടു ഇത്. വീട്ടില് ചക്കയില്ല, ഒരു പ്ലാവ് ഉണ്ട്, അതിൽ 2-3 ചക്ക ഉണ്ടായിരുന്നു. പക്ഷെ അത് മേലെ ആയോണ്ട് വീണ് പോയിന്. ഒരു കുഞ്ഞി ചക്ക ഉണ്ടായിരുന്നു, അത് ഞാൻ പറിച്ചിട്ട് ഇതിനടുത്ത് വെച്ചിന്. നമുക്ക് അടുത്ത വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. അതിന്റെ അകത്തുനിന്ന് എനിക്കില്ലാത്തോണ്ട് ഞാൻ ഒരു കഷ്ണം കുറച്ച് കൊടുത്തതാണ്, എടുത്തിട്ട് വന്നതാണ്. ഇവക്ക് ചക്കയില്ല, ഇവക്ക് ചക്കക്ക് ഭയങ്കര കാര്യമാണ്. അത് കണ്ടുകൊണ്ട് ഞാൻ എടുത്തു വന്നതാണ്. അപ്പൊ അതറിയാം ഇങ്ങനെ മുറിച്ചതിനിടക്ക് നമ്മൾ വെച്ച് ഒരു വീഡിയോ കൂടി എടുക്കാം, നമ്മളെ ചാനലിൽ ഇടാലോ. അപ്പൊ അവരൊന്നും കുറച്ചാള് കണ്ടാൽ നമുക്ക് അത്രയും വ്യൂസ് ആവുമല്ലോ. വിശേഷം എന്തെങ്കിലും വേണ്ടി ചക്ക വിശേഷം എന്ന് പറഞ്ഞിട്ട് നമുക്ക് വീഡിയോയില് ഇടുകയില്ല ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. ഒരു 10 മിനിറ്റിനുള്ളിൽ ചക്കയായി നമ്മൾ ചക്ക തിന്നു. അപ്പൊ അതിന്റെ വീഡിയോ എന്തായാലും എടുക്കുന്നില്ല. കാരണം എടുക്കുന്നില്ല എന്തായാലും. അത് നമ്മള് പിന്നെ ഒരു സ്റ്റെപ്പം കിട്ടുമ്പോ നമ്മൾ അങ്ങനെ എടുക്കാം, ചക്ക വെക്കുന്നല്ലോ. ഇപ്പൊ ഇത് മുറിച്ചിട്ട് വെക്കുന്നത് കാരണം ഇപ്പൊ നമ്മളെ ഷൂട്ടിന്റെ അവര് വരും. അപ്പത്തേക്ക് ഓമനേച്ചിക്ക് റെഡിയായി നിൽക്കേണ്ടതാണ്. ഓമനേച്ചിക്ക് തിരക്കായി, ഓമനേച്ചി ഫേമസ് ആയില്ലേ, അതുകൊണ്ട് മുറിച്ചിട്ട് വെക്കാലോന്ന് കരുതി നമ്മൾ രണ്ടാളും കൂടെ മുറിച്ചിടലേനു. ഇനിയിപ്പോ അവര് വരുന്നപാട് നമ്മളെ ഷൂട്ട് തുടങ്ങും. അതിലും കഴിഞ്ഞ് ഞാൻ രാത്രി വെക്കും ചക്ക. പിന്നെ ചക്കന്റെ വീഡിയോ
കഞ്ഞിയും കഞ്ഞിയാണ് കേട്ടോ, ചക്കയും ചക്കക്ക് പ്രാധാന്യം കഞ്ഞിയാണ്. അതുകൊണ്ട് ചക്കയും കഞ്ഞിയും ചമ്മന്തിയും അതെ മൂന്നും ഉണ്ടായാല് അടിപൊളി രുചിയായി കുശാലല്ലേ അവനേച്ചി? കുശാലായി. അങ്ങനെയാണ് ആക്കുക. വേനൽക്കാലം മുഴുവനും ചക്ക ഉണ്ടെങ്കിൽ ചക്കയും കഞ്ഞിയും ചമ്മന്തിയും അതെ ഏറ്റവും നല്ല. കുത്തരി ഉണ്ടെങ്കിൽ ഏറ്റവും അതിവിശേഷമായി. പിന്നെന്താ വേണ്ടേ? കുത്തരി അപ്പൊ ഉണ്ടെങ്കിൽ ഇത് നമ്മളെ നേതൂസ് അങ്ങ് പോകുന്നുണ്ട്. തനൂസ് ഇത് ഇവിടെ നിന്നിട്ടുണ്ട്. ഇതാ നമ്മള് ചായ കുടിക്കുന്നുണ്ട്. നമ്മള് ചായ കുടിച്ച് ചായ മിക്സ്ചർ, റസ്ക്, പഴം ഇതെല്ലാം കടി ഉണ്ടായിരുന്നു. ചായ എല്ലാം കുടിച്ചു. അതിന്റെ കൂട്ടത്തിലാണ് ചക്കയും വെച്ച്. അതിന്റെ കൂടെയാണ് ചക്കേൻ്റെ ഇത്. ഇരിക്കുന്നുണ്ടാ? അപ്പോൾ നമ്മുടെ ചക്ക ഏകദേശം ഇവിടെ മുറിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഓമനേച്ചി ഇതാ. ഇനി ബാക്കിയുള്ള കുരു വെള്ളരിക്ക ഉണ്ടെങ്കിൽ ചക്കക്കുരു ഓലം വെക്കും. ചക്കക്കുരു കായ് വറവാക്കൂ, വെറുതെ വെറുതെ വറവാക്കൂ, വെറുതെ ഓലം വെക്കും. വെറുതെ ഓലം വെക്കും. അപ്പൊ മൊത്തത്തില് ചക്കക്കുരു ചക്ക വിഭവങ്ങളാണ്. അതുകൊണ്ട് ഇതാ എല്ലാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഓമനേച്ചി ടാറ്റ. അപ്പൊ എല്ലാരും നമ്മളെ കാക്കക്കറമ്പിൽ എല്ലാ വീഡിയോസും കാണണം. അപ്പൊ ഈ വീഡിയോസ് അപ്പൊ ടാറ്റ ബൈ.